അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 35. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം. സ്വദഖല്ലാഹുൽ അലിയ്യുൽ അദീം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നലെ നാം തുടങ്ങിയ സൂറത്തുൽ മാഊനിന്റെ വിശദമായ വിശദീകരണത്തിലേക്കാണ് ഇന്നത്തോടുകൂടെ നാം പ്രവേശിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു ചോദിക്കുകയാണ്, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. മതം കൊണ്ട് കളവാക്കിയവൻ, പ്രതിഫലം എന്ന യാഥാർത്ഥ്യം കൊണ്ട് കളവാക്കിയവൻ ആരാണെന്ന് നബിയെ തങ്ങൾക്കറിയുമോ? മതം എന്ന് പറയുന്നത് നാവുകൊണ്ടുള്ള കേവല മുദ്രാവാക്യങ്ങളല്ല, അല്ലെങ്കിൽ ഏതാനും അങ്കുലിപരിമിതമായ പ്രവർത്തനങ്ങളും അല്ല. നിസ്കരിക്കുക, നോമ്പ് നോൽക്കുക, ഖുർആൻ ഓതുക. അതിനപ്പുറത്ത് മതത്തിന്റെ കാതൽ, കാരുണ്യ പ്രവർത്തനമാണ്, മറ്റുള്ളവരോട് കരുണ കാണിക്കലാണ് എന്ന് പഠിപ്പിക്കുന്ന അധ്യായമാണ് സൂറത്തുൽ മാഊൻ എന്ന് ഞാൻ ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് അല്ലാഹു തആല പറയുന്നത്, ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം. ആരാണ് മതം കൊണ്ട് കളവാക്കുന്നതെന്നറിയോ? ഫദാലിക്, അവൻ, അല്ലദീ യദ്ഉൽ യതീം, യതീമിനെ കൈയൊഴിക്കുന്നവനാണ്. യതീമിനെ നോക്കാത്തവൻ, യതീമിനെ ഉപദ്രവിക്കുന്നവൻ അതിൽ പെടും എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. വിവിധ തഫ്സീറുകൾ യദ്ഉൽ യതീം എന്നതിന് യതീമിനെ കൈയൊഴിക്കുന്നവൻ, യതീമിനെ സംരക്ഷിക്കാത്തവൻ, യതീമിനെ ഉപദ്രവിക്കുന്നവൻ എന്നിങ്ങനെ നീണ്ട തഫ്സീറുകൾ നൽകിയത് കാണാം. അതിൽ യതീമിനെ കൈയൊഴിക്കുന്നവൻ, സംരക്ഷിക്കാത്തവൻ എന്ന് പറഞ്ഞാൽ ഉപദ്രവിക്കുന്നവൻ എന്തായാലും പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ യതീമിന്റെ കാര്യം ശ്രദ്ധിക്കാത്ത, വാപ്പയില്ലാത്ത അനാഥ ബാലന്മാരുടെ കാര്യം ശ്രദ്ധിക്കാത്ത ഒരു മുതലാളിക്കും, അവൻ എത്ര വലിയ തഖ്വയുള്ളവനാണെങ്കിലും ശരി, സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാത്തവനാണെങ്കിലും ശരി, അവന് ഈമാനുണ്ടെന്ന് പറയാൻ, മതവിശ്വാസിയാണെന്ന് പറയാൻ പ്രയാസമാണെന്നർത്ഥം. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് കാണാം. ആരെങ്കിലും ഒരാള് യതീമിനെ സംരക്ഷിക്കുന്നുവെങ്കിൽ, അനവ കാഫിറുൽ യതീമി ഹകദാ ഫിൽ ജന്ന, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും ഇതുപോലെയാണ് സ്വർഗത്തിൽ എന്ന് പറഞ്ഞ് മുത്തുനബി അവിടത്തെ ചൂണ്ടുവിരലും നടുവിരലും ഉയർത്തി ചേർത്തു പിടിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. മുത്തുനബിയോടൊപ്പം സ്വർഗവാസത്തിൽ നമുക്ക് അത്രയും അടുത്ത കൂട്ടുബന്ധം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർ അനാഥരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ കൂടണമെങ്കിൽ നമ്മൾ യതീമുകളെ ശ്രദ്ധിക്കണം. അതിനെന്ത് ചെയ്യണം? നമ്മുടെ തൊട്ടടുത്തുള്ള യതീമുകളെ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ യതീം ഖാനകളുടെ കലക്ഷനുകൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് എല്ലാ മാസത്തിലും കൊടുക്കുന്നുവെങ്കിൽ നമ്മൾ യതീമിനെ സംരക്ഷിക്കുന്നു എന്ന ലിസ്റ്റിൽ പെടും എന്ന് മാത്രമല്ല, എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അബൂ ഔഫ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം, ഞാൻ മുത്തുനബിയുടെ അടുത്തിരിക്കുമ്പോൾ ഒരു കുട്ടി വന്നു. ആ കുട്ടി വന്നിട്ട് പറഞ്ഞു, ഗുലാമുൻ യതീമുൻ വലഹു ഉമ്മുൻ അർമല വ ഉഖ്തുൻ യതീമ. നബിയെ, ഒരു അനാഥ ബാലനാണ് ഞാൻ, ഒരു വിധവയായ ഉമ്മയുണ്ട്, ഒരു യതീമത്തായ സഹോദരിയുമുണ്ട്, എനിക്കൊരു പെങ്ങളുമുണ്ട്. അത്ഇംന മിമ്മാ തുഅമക്കല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് എന്റെ കുടുംബത്തിന് തന്നാൽ, അഴ്താക്കല്ലാഹു മിൻ ഇൻദിഹി ഹത്താ തർളാഹ്, അതിനു പകരം അള്ളാഹു നിങ്ങൾക്ക് മനസ്സ് നിറയെ പൂതി തീരുവോളം നാളെ ആഖിറത്തിൽ നിന്ന് തരട്ടെ നബിയെ എന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി പറഞ്ഞു, മാ അഹ്സന മാ ഖുൽത യാ ഗുലാം, എന്റെ പൊന്നുമോനെ, നീ പറഞ്ഞത് എത്ര സുന്ദരം. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, യാ ബിലാൽ, ഓ എന്റെ പ്രിയപ്പെട്ട ബിലാലെ, ഇദ്ഹബ് ഇലാ അഹ്ലിന, നീ എന്റെ വീട്ടിൽ പോവുക,
എന്റെ ഭാര്യമാരുടെ അടുത്ത് ഫഅ്തിനാ ബിമാ വജത്ത ഇൻദഹും മിൻ തആം, അവരുടെ കൈവശമുള്ള എന്തെങ്കിലും ഭക്ഷണം അവിടെ ഒക്കുമെങ്കിൽ അത് തരാൻ പറയണം. ബിലാൽ റളിയല്ലാഹു അൻഹു പോയി മുത്തുനബിയുടെ വീടുകൾ, ഹുജറാത്തുകൾ കയറി വല്ലതും ഉണ്ടെങ്കിൽ തരാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പാവപ്പെട്ട യതീമിന് കൊടുക്കാനാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാ ഭാര്യമാരും കൊടുത്ത കാരക്കച്ചുളകളുമായി വന്നപ്പോൾ ഫജാഅ ബിവാഹിദത്തിൻ വഇശ്രീന തംറ, 21 കാരക്കച്ചുളകളുമായി വന്നു. അത് നേരെ മുത്തുനബിയുടെ കൈവെള്ളയിൽ വെച്ചു കൊടുത്തു. കൈവെള്ളയിൽ വെച്ചു കൊടുത്തപ്പോൾ അള്ളാന്റെ റസൂല് അത് അള്ളാഹുവിന്റെ റസൂലിന്റെ വായിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഫദഅ ഫീഹാ ബിൽ ബറക, ബറക്കത്തുകൊണ്ട് അതിൽ പ്രാർത്ഥിച്ചു കൊടുത്തു. ഒന്ന് മന്ത്രിച്ചൂതി ബറക്കത്തുകൊണ്ട് പ്രാർത്ഥിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ആ കാരക്ക ചുള, ആ കാരക്കച്ചുളകൾ ആ കുഞ്ഞിന് നൽകിക്കൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, യാ ഗുലാം, എന്റെ പൊന്നുമോനെ, സബഉൽ ലക് വസബഉൽ ലി ഉമ്മിക് വസബഉൽ ലി ഉഖ്തിക്, 7 എന്റെ പൊന്നുമോന്, 7 നിന്റെ ഉമ്മാക്ക്, 7 നിന്റെ സഹോദരിക്ക്. ഫതഗദ്ദ ബിതംറ വതഅശ ബിഉഖറ, ഒരു കാരക്ക കൊണ്ട് നീ പ്രാതൽ കഴിക്കണം, ഒരു കാരക്ക കൊണ്ട് നീ വൈകുന്നേരത്തെ ഭക്ഷണം കഴിക്കണം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ആ കുട്ടി സന്തോഷത്തോടെ നിറഞ്ഞ കണ്ണുകളുമായി ആ കുട്ടി ഇറങ്ങിപ്പോകുമ്പോൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അതാ എഴുന്നേറ്റ് ആ കുട്ടിയുടെ തലയിൽ കൈവച്ചുകൊണ്ട് മുആദ് തങ്ങൾ പറഞ്ഞു, യാ ഗുലാം ജബറല്ലാഹു യുത്മക വജഅലക ഖലഫൻ മിൻ അബീക്, ഗുലാം, പ്രിയപ്പെട്ട മോനെ, അള്ളാഹു നിന്റെ അനാഥത്വം പരിഹരിക്കട്ടെ. വജഅലക ഖലഫൻ മിൻ അബീക്, നിന്റെ വാപ്പാക്ക് പകരം അള്ളാഹു ഒരു പ്രതിനിധിയെ നിനക്ക് നൽകട്ടെ. അഥവാ നിന്റെ വിധവയായ ഉമ്മക്ക് ഒരു ഭർത്താവിനെ കിട്ടിയാൽ പകരമായല്ലോ. അങ്ങനെ ആയിരിക്കാം ഉദ്ദേശിച്ചത്. വകാന മിൻ ഔലാദിൽ മുഹാജിരീൻ, മുഹാജിരീങ്ങളുടെ മക്കളുടെ കൂട്ടത്തിൽപ്പെട്ടയാളായിരുന്നു ആ യതീം. ഉടനെ തന്നെ മുത്തുനബി പറഞ്ഞു, ഖദ് റഅയ്തു യാ മുആദു മാ സനഅത്, മുആദേ, നീ ചെയ്ത പണി ഞാൻ കണ്ടുകെട്ടോ എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ഒരു വാപ്പാന അള്ളാഹു പകരം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊടുത്തപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദിനോട് പറഞ്ഞു, നിങ്ങൾ ചെയ്തത് ഞാൻ കണ്ടുകെട്ടോ മുആദേ. ഉടനെ മുആദ് പറഞ്ഞു, റഹ്മത്തൻ ലഹു യാ റസൂലല്ലാഹ്. സ്വാഭാവികമായിട്ട് അവിടെ ഒരു ധാരണ, ഈ മുആദ് റളിയല്ലാഹു അൻഹുവിന് ഈ കുട്ടിയുടെ ഉമ്മ ആ വിധവയെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് തോന്നുന്ന ഒരു സൂചനാവാക്കുകൾ അതിലുണ്ട്. അതുകൊണ്ടാണ് നബിതങ്ങൾ തമാശയായി അങ്ങനെ പറഞ്ഞത്. ഉടനെ മുആദ് പറഞ്ഞു, റഹ്മത്തൻ ലഹു യാ റസൂലല്ലാഹ്, നബിയെ, ആ കുട്ടിയോടുള്ള കരുണ കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഫഖാല റസൂലുള്ളാഹി, ഉടനെ മുത്തുനബി പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദിന്റെ ശരീരം ആരുടെ നിയന്ത്രണത്തിലാണോ എന്നെ നിയന്ത്രിക്കുന്ന റബ്ബ് സാക്ഷി. ലാ യലി മുസ്ലിമുൻ യതീമ, ഇതൊരു മോശപ്പെട്ട കാര്യമല്ല. ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു യതീമിനെ ഏറ്റെടുക്കുന്നെങ്കിൽ അത് ആ കുടുംബത്തിന്റെ ഭക്ഷണം ഏറ്റെടുക്കാം, അല്ലെങ്കിൽ ആ വിധവയായ പെണ്ണിനെ കല്യാണം കഴിച്ച് ആ കുടുംബത്തെ ഏറ്റെടുക്കാം. ഫയുഹ്സിനു വിലായതഹു, എന്നിട്ട് ആ അനാഥയുടെ കാര്യം ശ്രദ്ധിക്കുന്നുവെങ്കിൽ ഫയളഉ യദഹു അലാ റഅസിഹി, എന്നിട്ട് അവന്റെ കൈ ആ യതീമിന്റെ തലയിൽ വെച്ച് തലോടുന്നുണ്ടെങ്കിൽ ഇല്ലാ റഫഅല്ലാഹു ലഹു ബികുല്ലി ശഅറത്തിൻ ദറജ, ആ കൈകൾ തൊട്ട ഓരോ മുടിയും, യതീമിന്റെ തലയിൽ കൈവച്ച് തലയിലൂടെ വിരലുകൾ ഇങ്ങനെ അനക്കുമ്പോൾ, ആ കൈ ഓടിക്കുമ്പോൾ ആ കയ്യിൽ തട്ടുന്ന ഓരോ മുടിയുടെയും എണ്ണം കണ്ട് അള്ളാഹു ഇവന്റെ ദറജ ഉയർത്തും, സ്ഥാനമുയർത്തും. വകതബ ലഹു ബികുല്ലി ശഅറത്തിൻ ഹസന, ഓരോ മുടിയുടെയും എണ്ണം കണ്ട് അള്ളാഹു ഓരോ ഹസനത്ത് വർദ്ധിപ്പിക്കും, നന്മ വർദ്ധിപ്പിക്കും. വമഹാ അൻഹു ബികുല്ലി ശഅറത്തിൻ സയ്യിഅ, ഓരോ മുടിക്കും അനുസരിച്ച് അള്ളാഹു തആല ഓരോ തെറ്റുകൾ അവനെ തൊട്ട് മായ്ച്ച് കളയും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇവിടെയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ നാം ചിന്തിക്കേണ്ടത്. ദിനേന ആയിരക്കണക്കിന് യതീമുകളെ സംരക്ഷിക്കാൻ ഭാഗ്യം കിട്ടുന്ന ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദിനെ പോലെയുള്ളവരുടെയൊക്കെ മഹത്വം എത്രയാണ്. നമ്മൾ അവരുടെ തണലിൽ ഒരുപാട് കാലം ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒറ്റ യതീമിനെ സംരക്ഷിച്ചാൽ എത്ര വലിയ പ്രതിഫലമുണ്ടെങ്കിൽ ആയിരക്കണക്കിന് യതീമുകളെ സംരക്ഷിക്കുമ്പോൾ അവർക്ക് എത്രയാണ് കിട്ടുക. ഒറ്റ കാര്യം മാത്രം ഞാൻ പറയുന്നു, ചുരുങ്ങിയത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആ വലിയ മനുഷ്യനെ നമുക്ക് പിന്തുണക്കാൻ കഴിയില്ലെങ്കിൽ വിമർശിക്കാതിരിക്കാനെങ്കിലുമുള്ള നല്ല മനസ്സ് കാണിക്കണേ എന്ന് മാത്രം ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ യതീമുകളെ ശ്രദ്ധിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.